പുതിയ മുന്നണി എന്ന് പറയുന്നത് ഇന്നലെയാണല്ലോ നമ്മൾ മത്സരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ മണ്ഡലത്തിലെ പല ആളുകളുടെയും താല്പര്യപ്രകാരമാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ ഡ്യൂട്ടി പ്രതിപക്ഷ നേതാവ് ചെയ്യാത്തതാണല്ലോ ഇതിലെ ഒരു വിഷയം. ഞാൻ പറഞ്ഞു വന്ന പിണറായിസത്തെ എതിർക്കാൻ നേതൃത്വം നൽകേണ്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പിണറായിയോടൊപ്പം നിന്നുകൊണ്ട് പിണറായിസത്തിനെതിരെ ഞാൻ ഉയർത്തിയ മുദ്രാവാക്യം തകർക്കാനുള്ള ശ്രമമാണ് എന്ന് ഇന്നലെ വാതിലടച്ചോടുകൂടി നിലമ്പൂരിലെ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകുന്നേരമുണ്ടായ ഒരുപാട് ചെറുകിട സംഘടനകൾ, പ്രത്യേകിച്ചും എന്താ പറയുക, കാർഷിക മേഖലയിലുള്ള ആളുകൾ, തൊഴിൽ മേഖലയിലുള്ള സംഘടനകൾ, വ്യാപാര മേഖലയിലുള്ള ചെറുകിട സംഘടനകൾ, സാമൂഹിക സാംസ്കാരിക സംഘടനകൾ, ജീവകാരുണ്യ പ്രവർത്തനം വളരെ വലിയ രീതിയിൽ നടക്കുന്ന നിലമ്പൂർ നിങ്ങൾക്കറിയാം. ഇവരുടെയൊക്കെ ഒരു ആവശ്യമായിരുന്നു ഒരു ജനകീയ പ്രതിരോധ പ്രതിപക്ഷ മുന്നണി ഉണ്ടാക്കണമെന്ന്. അവരുടെയൊക്കെ താല്പര്യപ്രകാരം തന്നെയാണ് ഒരു മുന്നണിയുടെ കീഴിൽ മത്സരിക്കുക എന്ന തീരുമാനമുണ്ടായത്. അതുകൊണ്ട് നിലമ്പൂരിൽ നമ്മൾ ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം അത് ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയുടേതായിരിക്കും. എങ്ങനെ ചിഹ്നം നമ്മൾ രണ്ട് ചിഹ്നവും, അതായത് AITC ഇവിടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിനൊരു ടെക്നിക്കൽ പ്രശ്നമുണ്ട്. അത് ഇവർ എന്താ പറയുക, AITCയിൽ നിന്നുള്ള ലീഗൽ ഒപ്പീനിയൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടും കൊടുക്കാൻ പറയുന്നുണ്ട്. ഒന്ന് സ്വതന്ത്രനായും കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും കാരണവശാൽ AITCയുടെ തള്ളുകയാണെങ്കിൽ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കും. അല്ല, ചിഹ്നത്തിൻ്റെ പ്രിഫറൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം പാർട്ടി ചിഹ്നം അതല്ലെങ്കിൽ സ്വതന്ത്ര ചിഹ്നം. അതെ, അതൊരു ടെക്നിക്കൽ വിഷയമാണ്. ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലാത്ത ഒരു വിഷയമായി നിൽക്കുകയാണ്. അല്ല, അതിൽ രാഷ്ട്രീയ പാർട്ടികൾ, അതിൽ ജനങ്ങളാണ് വിവിധ. ഞാനീ പറഞ്ഞില്ലേ, ഇപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താ? ബഹുമാനപ്പെട്ട അബ്ദുൾ ഹമീദ് MLA, അദ്ദേഹം ആരാ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം ഇപ്പോൾ തൊട്ടടുത്ത് വാർത്ത ചോദിച്ചത് നിങ്ങളെ ലേഖകരോട് എന്താ പറഞ്ഞിട്ടുള്ളത്? അങ്ങേയറ്റം മുസ്ലിം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ ഓർക്കുന്നത്, മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും പാണക്കാട് ബഹുമാന്യനായ സാദിഖ് അലി തങ്ങളും അദ്ദേഹം ഹജ്ജിന് പോയിരിക്കുകയാണ്. അവിടുന്ന് പോലും അവർ വലിയ ഇടപെടലുകൾ നടത്തി അൻവറിനോട് നീതി പുലർത്തേണ്ടതായിരുന്നു എന്ന് ധ്വനിക്കുന്ന രീതിയിലല്ലേ അദ്ദേഹം പറഞ്ഞത്. ഇതൊരു വസ്തുതയല്ലേ? ആരെയും ബഹുമാനിക്കില്ല, അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക നമ്മൾ കേൾക്കേണ്ടത്. അതും വിട്ട് ഒരു ഹിറ്റ്ലറിസത്തിലേക്ക് അദ്ദേഹം പോയി എന്ന് ഞാൻ പറഞ്ഞു. കൃത്യമായൊരു ഹിറ്റ്ലറിൻ്റെ രൂപമായി UDFനെ അടക്കി വാഴുകയാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞതുപോലെ 40 കൊല്ലം മുമ്പ് ഈ പറയുന്ന K കരുണാകരൻ്റെയും ഒപ്പം കേരളത്തിൽ മന്ത്രിയായിട്ടുള്ള ബഹുമാന്യനായ ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബിന് പോലും ഒരു പുല്ല് വില കൽപ്പിക്കാതെ, കോൺഗ്രസ് ആർക്കും KC വേണുഗോപാലിന് പോലും അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹം പ്രയാസപ്പെട്ടത് നമ്മൾ കണ്ടതാണല്ലോ. കോഴിക്കോട് എന്നെ കാണാം, ഈ പ്രശ്നങ്ങൾ തീർക്കാമെന്ന് പറഞ്ഞ് ഞാനിവിടുന്ന് പുറപ്പെട്ട് അവിടെ പോയി 3 മണിക്കൂറോളം 5 മണി തൊട്ട് 8 മണി വരെ ഞാൻ കാത്തിരുന്നതാണ്. കാത്തിരുന്നതിന് കുഴപ്പമില്ല, അദ്ദേഹത്തെ പോലെ ആളെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എന്നിട്ട് പോലും കാണാൻ സമ്മതിക്കാതിരുന്നത് അദ്ദേഹം രാജി ഭീഷണിയാണ് മുഴക്കിയത്. അദ്ദേഹം രാജിവെക്കുകയാണ് നല്ലത്. ഈ UDF നേതൃത്വം രക്ഷപ്പെടണമെങ്കിൽ ഇപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ പറയുന്ന VD സതീശൻ്റെ ഇന്നെടുത്തുകൊണ്ടിരിക്കുന്ന റോള് 26-ലെ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി. ഇതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും മനസ്സിലും ഒക്കെ അഹങ്കാരമാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ കൈ പൊന്തിക്കാനുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും കേരളത്തിൽ സീറ്റ്. അവസാനം ഇവിടെ ഉണ്ടായത് അതാണല്ലോ. ഒരു കുടിയേറ്റ കർഷകനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ നിൽക്കുന്ന ഘട്ടം അവസാന നിമിഷം വരെ, തലേന്ന് വരെ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണ്? അതിലൊരു മാറ്റമില്ല, ഞങ്ങൾക്ക് ആ കാര്യം അറിയാം. അപ്പോൾ എന്തുകൊണ്ട് കുടിയേറ്റ കർഷകനായ ജോയിയെ മാറ്റി? ജോയി അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലല്ല. ജോയി വിജയിച്ച് വന്ന് 2026-ലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ആ സീറ്റിന് ക്ലെയിം ഉണ്ടാകും. സ്വാഭാവികമായും വീണ്ടും ഒരുപക്ഷെ അദ്ദേഹം അവിടെ വിജയിച്ചേക്കാം. അപ്പോൾ നിയമസഭാ സാമാജികരുടെ എണ്ണം AICC എടുക്കുമ്പോൾ ജോയി VD സതീശന് കൈ പൊക്കില്ല. അതും ഇതിലൊരു വിഷയമാണ്. അപ്പോൾ എത്ര ഭൂരിപക്ഷം കുറഞ്ഞാലും പരാജയപ്പെട്ടാലും പുള്ളിക്കെതിരെ കൈ പൊക്കുന്ന ഒരാളവിടെ ഉണ്ടാകാൻ പാടില്ല. അത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ആംഗിളാണ്. മറുഭാഗത്ത് അദ്ദേഹത്തെ തന്നെ തോൽപ്പിക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ വിവരം. ദൂതൻ വഴി അദ്ദേഹത്തോട് പോയി സംസാരിച്ചത് പറവൂരിലെ കഴിഞ്ഞ 2020 തൊട്ടുള്ള
ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥിയെ നിങ്ങൾ പരിശോധിച്ചാൽ കാണാം, അത് CPIയുടെ വളരെ ദുർബലനായ സ്ഥാനാർത്ഥിയാണ്. CPM ആ സീറ്റ് ഏറ്റെടുത്ത് കേരളത്തിൻ്റെ നിയമസഭ കാണില്ല. അൻവറിനെ കൂട്ടിയാൽ കേരളത്തിൻ്റെ നിയമസഭ VD സതീശൻ കാണില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ പിന്നെ അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹം കാണില്ല എന്ന് നമുക്ക് ഉറപ്പാണല്ലോ. അപ്പോൾ ഈ 2 ആംഗിളിലാണ് എന്നെ തടസ്സപ്പെട്ടത്. അത് കേരളത്തിലെ ജനങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കും. ഞാൻ ഉയർത്തിയ പിണറായിസം, ഞാൻ ഉയർത്തിയ CPMൻ്റെ കുടുംബാധിപത്യം, ഞാൻ ഉയർത്തിയ CPM എന്ന് പറയാൻ പറ്റില്ല, പിണറായിയുടെ കുടുംബാധിപത്യം, മരിമോനിസം, ആ പാർട്ടിക്കകത്തുള്ള വിഷയങ്ങൾ, ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തന്നെ വ്യക്തിഹത്യ നടത്താനാണ്. പല രീതിയിലുള്ള പ്രൊഫൈലുകളിൽ നിന്ന് ഇഷ്ടം പോലെ വ്യക്തിഹത്യ മെസ്സേജുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ ഞാൻ അതിനെ പ്രതിരോധിക്കും. ഞാൻ നിലമ്പൂർ അങ്ങാടിയിൽ ടെലിവിഷൻ എടുത്തു വെച്ചിട്ട് ഇവരൊക്കെ കാട്ടിക്കൂട്ടിയ പലതും എൻ്റെ കയ്യിലുണ്ട്. ഇവർ പറയുന്നത് പോലെ ഞാൻ തെളിവടിസ്ഥാനത്തിലായിരിക്കും ഞാൻ പുറത്തു വിടുക. ഇവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഈ പറയുന്ന VD സതീശനായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഹമ്മദ് റിയാസ് ആയാലും ആര്യാടൻ ഷൗക്കത്തായാലും തലയിൽ മുണ്ടിട്ട് നിലമ്പൂരിൽ നിന്ന് ഓടി ഒളിക്കേണ്ട ഗതികളിലേക്ക് പോകും. ഞാനത് ഒരു വാണിംഗ് ആയിട്ട് തന്നെ പറയാണ്. ഇതിൻ്റെ പിന്നിൽ കംപ്ലീറ്റ് പ്രവർത്തിക്കുന്ന വ്യക്തിഹത്യ നടത്തുന്നത് മുഹമ്മദ് റിയാസിൻ്റെയും ആര്യാടൻ ഷൗക്കത്തിൻ്റെയും നേതൃത്വത്തിലാണ്. അതൊരു പരിധി കഴിഞ്ഞാൽ എനിക്ക് അതിനെ പ്രതിരോധിക്കേണ്ടി വരും. മുഹമ്മദ് റിയാസ് കേരളത്തിലെ നവകേരള സദസ്സ് നിങ്ങൾക്കറിയാം, കോടിക്കണക്കിന് രൂപ ഞങ്ങൾക്കൊക്കെ ചിലവ് വന്നാൽ ഞങ്ങൾ പിരിവിട്ട് എനിക്കതിന് മുകളിൽ 50 ലക്ഷം കടമെന്ന് ഞാൻ ഓരോ നിയോജക മണ്ഡലത്തിലും ആ നിയോജക മണ്ഡലത്തിലെ കമ്മിറ്റിക്കായിരുന്നു 140 മണ്ഡലങ്ങളിലും ആ പരിപാടി നടത്താനും അതിന് കലക്ഷൻ നടത്താനും ഒരാൾക്കും ഒരു പൈസയും ആരും കൊടുത്തിട്ടില്ല. ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ കോൺട്രാക്ടർമാരിൽ നിന്നും നവകേരള സദസ്സിൻ്റെ പേരിൽ കോടാനകോടി ഉറുപ്പിക ഈ പറയുന്ന മുഹമ്മദ് റിയാസ് എന്ന PWD മന്ത്രി പിരിച്ചതിൻ്റെ വീഡിയോകളും അദ്ദേഹം നേരിട്ട് സംസാരിച്ച ഫോൺ കോളുകളും അദ്ദേഹത്തിൻ്റെ PS അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയും അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ടവരും പല കോൺട്രാക്ടർമാരിൽ നിന്നും ബലമായി പൈസ പിരിച്ചതിൻ്റെ ഫോൺ കോളുകൾ എല്ലാം കേരളത്തിൽ ഞാൻ വിടും. എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ വ്യക്തിഹത്യ നടത്താനല്ല ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത്. ആ രീതിയിലാണ് പോകാൻ അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ തരത്തിൽ തന്നെ അതിനെ തിരിച്ചടിക്കുമെന്ന് ഈ 3 മുന്നണികളോട് 3 നേതാക്കന്മാരോടും CPMനോട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലമ്പൂരിലെ CPM നേതൃത്വം ചില ആളുകൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. 1500 കോടി നിലമ്പൂരിൽ നിന്ന് അടിച്ചുപോയ ഒരു നിഷാദിനെ പ്രതി ചേർത്ത് തുറങ്കലിലടക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പരാജയപ്പെട്ടത് എങ്ങനെയാണ് എന്ന് നിലമ്പൂരിലെ CPMൻ്റെ ചില നേതാക്കന്മാർക്കറിയാം. ഇതൊന്നും എന്നെക്കൊണ്ട് അവിടെ പറയിപ്പിക്കരുത്.